കുഞ്ഞില് മുതലേ പാർക്കിൽ കളിച്ച് വളർന്നുകൊണ്ടാണോന്ന് അറിയില്ല. പാർക്ക് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പിള്ളേരെക്കാളും കഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സാധനം കണ്ടപ്പോൾ ഞാൻ വെറുതെ ചാടാന്ന് ഓർത്ത് ചാടിയതാണേ. എൻ്റെ കൂടെ ഒന്ന് കൊച്ചിനെ പോലും ഞാൻ അതിനകത്ത് കളിക്കാൻ സമ്മതിച്ചില്ല. അത്രയ്ക്ക് എന്തൂസിയസമായിരുന്നു എനിക്ക്. പിന്നെ വേറൊരു കൊച്ചു വന്ന് ചോദിച്ചു അതിന് കളിക്കാൻ വേണമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ മാറി നോക്കണോ വേണ്ടെന്ന് ആലോചിച്ചു. പിന്നെ അതിനുശേഷം ഇവളെ കൂടെ സ്ലൈഡിലും കയറി കേട്ടോ. ഡെവൻ പോട്ടി കയറി വന്നെങ്കിലും പോയത് സ്ലൈഡിലും ഒക്കെ ആയിരുന്നു. പിന്നെ ചപ്പാത്തി മേടിച്ചായിരുന്നു, കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾ കണ്ട് അന്തം വിടരുത്. ഈ ഇപ്പോൾ കാണുന്ന കടലുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പം കടലിൻ്റെ കളറും മാറും, കടലെല്ലാം വേലി ഇറങ്ങി പോവുകയും ചെയ്യും കേട്ടോ. അതായത് ഈ കല്ലുകളെല്ലാം, ഇതിനകത്തെ കല്ലുകളെല്ലാം നമുക്ക് തെളിഞ്ഞ് കാണുന്ന പോലെ വരുവേ. നമ്മളിവിടെ നിന്നൊക്കെ ഡാൻസൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ ആദ്യം ഈ നമ്മൾ വെള്ളത്തിൽ നിന്ന് കാലൊക്കെ വെച്ച് ഡാൻസ് കളിക്കാമെന്ന് ഓർത്ത് അവിടെ നിന്ന സ്ഥലങ്ങളൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് കല്ലെല്ലാം തെളിഞ്ഞ് കാണുന്ന അവസ്ഥയിൽ നിന്ന്, ഇത്രയും കല്ലിൻ്റെ മണ്ടയിൽ നിന്ന് നമ്മൾ ചവിട്ടിയതെന്ന് അന്നേരമാണ് കേട്ടോ മനസ്സിലായി. ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ്, ചിലപ്പോൾ വെള്ളം കയറി നിൽക്കും, ചിലപ്പോൾ വെള്ളം ഇറങ്ങി നിൽക്കും, പറയാൻ പറ്റില്ല എങ്ങനെയാണെന്ന്. എന്താണേലും ഡെവൻ പോർട്ട് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഐലൻഡ് പോലെയാണ് കേട്ടോ. ശരിക്കും ഇവിടെ കുറേ സ്പെഷ്യാലിറ്റി ഉണ്ട്. അതിൽ കൂടുതൽ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഇതായിട്ടുള്ളതാണ് നേവൽ മ്യൂസിയം കേട്ടോ. ഇത് കണ്ടോ, കാറിലെ ബോട്ട് വലിച്ചു കയറ്റിയിട്ട് കൊണ്ടുപോകാൻ പോവാണ്. അപ്പോൾ ഇതാണ് നേവി മ്യൂസിയം. ഞങ്ങൾ നേവി മ്യൂസിയം എത്തിയായിരുന്നേ. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ശരിക്കും ഡു നോട്ട് ടച്ച് എന്ന് പറഞ്ഞ് എഴുതിക്കുന്ന വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, ബാക്കി എല്ലാം നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. നാട്ടിലിപ്പോൾ മ്യൂസിയം ഒക്കെ ആണെങ്കിലും നമ്മൾ എന്തെങ്കിലും തൊട്ട് നശിപ്പിക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കണം മിക്കവാറും. നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും ഭയങ്കര കൂടുതലാണല്ലോ, അതുകൊണ്ട് ആയിരിക്കണം ഡു നോട്ട് ടച്ച് എന്ന് പറഞ്ഞത് എപ്പോഴും വെക്കാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല, നമുക്ക് എല്ലാം ടച്ച് ചെയ്യാം, എല്ലാ പാട്ട്, കാസറ്റ്, അങ്ങനത്തെ പഴയ കാര്യങ്ങളെല്ലാം കേൾക്കാം. ഇത് ആക്ച്വലി നേവിക്കാർ നിന്നിരുന്നവരുടെ ബങ്കറൊക്കെയാണ് കേട്ടോ. ഇവർ ഷിപ്പിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു മോഡലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമുക്ക് കാണുമ്പോൾ സങ്കടമാണോ എന്താണോ എന്നറിയില്ല. ശരിക്കും നമ്മുടെയും നേവി, ഇവരുടെ ഒന്നും ലൈക്ക് ന്യൂസിലാൻഡിൻ്റെ നേവി ഇതൊന്നും ഭയങ്കര പവർഫുള്ളോ അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ടുള്ളത് പോലും അല്ല. എന്നിട്ട് പോലും എന്തോരം കാര്യങ്ങളാണ്. കൂടുതലും ഇതിനകത്ത് വേൾഡ് വാർ 1, 2 ഒക്കെ മെമ്മറീസ് ആണ് കേട്ടോ ഇതിനകത്ത് കൂടുതലും വെച്ചേക്കണേ. ഇത് പിന്നെ ഒരു ബൈനോക്കുലർ പോലെ സാധനമാണ് കേട്ടോ. ആ സ്ക്രീനിൽ കാണുന്ന സാധനമാണ് നമുക്ക് ഇവിടെ നിന്ന് ഇത്ര അടുത്ത് കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾ ആലിയ ഭട്ടിൻ്റെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കണ്ടിട്ടുണ്ടാവും മോസ്കോഡ് എന്ന് പറഞ്ഞിട്ട്, ആ സംഭവമാണ് കേട്ടോ ഇത്. ശരിക്കും പഠിക്കാൻ കുറേ ഉണ്ട്. പിന്നെ അവിടെ ABCD എല്ലാം എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ വെറുതെ കുത്തി നോക്കിയതാണ് കേട്ടോ. ഒരുപാട് പേരുടെ പടം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, ഒരുപാട് നേവിയിൽ മരിച്ചവരുടേതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടോ. അവരെ ട്രെയിനിങ് കൊടുക്കുന്നതും കുറേ വീഡിയോസ് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ. അതിനുശേഷം ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയായിരുന്നേ. ഇതാണ് ഞാൻ പറഞ്ഞ ആ കൽസ്ഥലം. നിങ്ങളതിന് മുന്നത്തെ ഞാൻ വീഡിയോ ആയിട്ട് ഇതിടാം കേട്ടോ. അപ്പോൾ അതിനകത്ത് കാണാം നിങ്ങൾക്ക് എന്തോരമാണ് ഇത് കല്ല് വെളിയിലിട്ട് കടൽ തിരിച്ചിറങ്ങിയതെന്ന്. പിന്നെ തിരിച്ചു വന്നപ്പോൾ റെയിൻബോ. ഇവിടെ ഇങ്ങനെയാണ്, ഇടയ്ക്ക് വെയിലാണ്, ഇടയ്ക്ക് മഴയാണ്, പിന്നെ ഇടയ്ക്ക് വെയിലാണ്, പിന്നെ ഇടയ്ക്ക് മഴയാണ്. എന്താണെന്നറിയില്ല, ഉത്തരവാദിത്തമില്ലാത്ത ന്യൂസിലാൻഡ്.